സർക്കാരിൻ്റെ നീക്കം മുസ്ലിം പ്രീണന നിലപാടാണ് എന്നാണ് വിമർശനം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വട്ടിയൂർക്കാവ് റോഡ് വികസനം അതെല്ലാവർക്കും വേണ്ടത് തന്നെയാണ്. കാരണം നമുക്കറിയാം വാഹനത്തിൻ്റെ പെരുപ്പം, നഗരം വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റോഡ് വികസനമൊക്കെ അനിവാര്യം തന്നെയാണ്. പക്ഷേ ഈ റോഡ് വികസനത്തിൻ്റെ മറവിലും ചില പ്രീണന നയങ്ങൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതായത് രണ്ട് മതവിഭാഗങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ അത് റോഡ് വികസിക്കുമ്പോൾ അത് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റേണ്ടതാണ്. പക്ഷേ ഒരു മതവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രം രണ്ട് ക്ഷേത്ര ഗോപുരങ്ങൾ പൊളിക്കുന്ന സാഹചര്യം. പക്ഷേ അതേപോലെ തന്നെ മറ്റൊരു ദേവാലയത്തിന്റെ കവാടം പൊളിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി അലൈൻമെന്റ് തന്നെ മാറ്റുകയാണ്. വലിയ പ്രതിഷേധമാണല്ലോ വരുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ് രാഖി, വട്ടിയൂർക്കാവിലെ നഗരത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗം, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഗതാഗത കുരുക്കടക്കം രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ ഗതാഗത കുരുക്ക് കിലോമീറ്ററോളം ചില സമയങ്ങളിൽ നീണ്ടുപോകാറുണ്ട്. ഇത്തരമൊരു സാഹചര്യങ്ങൾ വന്നതോടുകൂടിയാണ് ഒരു സമ്പൂർണ്ണ വികസനം എന്ന നിലയിൽ ഒരു വട്ടിയൂർക്കാവിൻ്റെ വികസന പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ആരംഭിക്കുന്നത്. പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ റോഡ് വികസനം കൊണ്ടുവരാനാണ് ആദ്യം തീരുമാനിക്കുന്നത്. ഈ റോഡ് വികസനമാണ് ഇപ്പോൾ വലിയ രീതിയിൽ പരാതിയിൽ പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് റോഡിൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇപ്പോൾ BJP പരാതി ഉന്നയിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിലും രണ്ട് ഘട്ടത്തിലും ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ക്ഷേത്രങ്ങളുടെ മതിലുകളും ഗോപുരങ്ങളും അടക്കം പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വട്ടിയൂർക്കാവിലെ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൻ്റെയും കാഞ്ഞിരമ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും ഗോപുരവും ചുറ്റുമതിലും അടക്കം അത് ഈ വികസനത്തിൻ്റെ ഭാഗമായി അലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു നീക്കുകയും അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ അതിനോട് സമീപത്തായിട്ട് തന്നെ കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലുള്ള വട്ടിയൂർക്കാവ് ജംഗ്ഷനിലുള്ളൊരു മസ്ജിദിൻ്റെ അലൈൻമെൻറ്റ് അവിടേക്ക് എത്തുമ്പോൾ അത് മസ്ജിദിൻ്റെ ഗോപുരം പൊളിച്ചു മാറ്റാതിരിക്കാനായിട്ട്, അതായത് ഇത്തരത്തിൽ അതിന് അലൈൻമെൻറ്റിൽ തന്നെ മാറ്റം വരുത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ BJP പരാതിയായിട്ട് ഉന്നയിക്കുന്നത്. അതായത് ഒരേ സ്ഥലത്തു കൂടി കടന്നു പോകുന്ന പാതയ്ക്ക് രണ്ട് തരത്തിലുള്ള അലൈൻമെൻറ്റുകളാണ് കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിലൊരു പ്രീണന രാഷ്ട്രീയം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊരു കവാടം, ആ മസ്ജിദിൻ്റെ ഒരു കവാടമാണ്. ആ കവാടം ഇടിച്ച് തകർക്കാതിരിക്കാൻ, അതായത് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റാതിരിക്കുവാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം അലൈൻമെൻറ്റിൽ മാറ്റം കൊണ്ടുവരുന്നതെന്നാണ് BJPയുടെ ആരോപണം. ഇതിൽ ശക്തമായ പ്രതിഷേധവും BJP രേഖപ്പെടുത്തുന്നു. വികസനത്തിൻ്റെ കാര്യത്തിൽ അതായത് വട്ടിയൂർക്കാവിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തടസ്സവും BJP നിൽക്കുന്നില്ല. വികസനം വേണമെന്ന ആവശ്യം തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത്തരത്തിൽ വികസനം വേണമെന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു ഇരട്ടത്താപ്പ് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് കാണിക്കുന്നു. മുൻ സർക്കാരായാലും ശരി, നിലവിലെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ MLA KM മുരളീധരനാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആ ഒരു നീക്കം അവിടെ നിന്ന് നടത്തുന്നതിൻ്റെ പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ടെന്നാണ് BJPയുടെ ആരോപണം. അത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് നിലവിലെ നടപടികൾ പുരോഗമിക്കുന്നത്. അതായത് ഒരേ സ്ഥലത്ത് കൂടിയുള്ള ഒരേ അലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന രണ്ട് സ്ഥലത്ത് ഒരേ റോഡ് വികസനം വരുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ മതിലുകളും ഗോപുരങ്ങളും എല്ലാം ഇടിച്ചു മാറ്റുന്നതിന് യാതൊരു ദയയും കാണിച്ചില്ല, അല്ലെങ്കിൽ അത് ക്ഷേത്രമാണെന്നൊരു പരിഗണന പോലും നൽകാതെ അത് വികസനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വിളിച്ചു മാറ്റാൻ നീക്കം നടക്കുന്നു. മറുഭാഗത്തേക്ക് വരുമ്പോൾ മറ്റൊരു വിഭാഗത്തിന്റെ ആലയം അവിടെ തന്നെയാണ് പ്രശ്നം. പ്രശാന്ത്, അതായത് ഇവർ കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ, ആ ഇരട്ടത്താപ്പാണ് വലിയ രീതിയിൽ ചർച്ച ആകുന്നത്, BJP പ്രതിഷേധത്തിന് കാരണമാക്കുന്നതും അല്ലേ? അതായത് ക്ഷേത്ര ഗോപുരങ്ങൾ പൊളിക്കാം, അത് ഇതിനോടകം തന്നെ പൊളിച്ച് മാറ്റി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പ്രശാന്ത്, അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. രണ്ട് ക്ഷേത്രങ്ങളുടെയും ഗോപുരങ്ങൾ പൊളിച്ചു മാറ്റി കഴിഞ്ഞു. ഈ റോഡിന്റെ വികസന ഭാഗമായി മറ്റൊരു മുസ്ലിം ദേവാലയത്തിന്റെ കവാടം ഗോപുരം അതുകൂടി പൊളിക്കണമെന്നുള്ളൊരു അലൈൻമെന്റ് ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിക്കൊണ്ടുള്ളൊരു അലൈൻമെന്റ് ആണ് വരുന്നത്. അതിലാണ് എവിടെയും പ്രീണനം കാണുമ്പോഴാണ് വരുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.